എല്ലാവർക്കും ഇൻഫെക്ഷൻ വരുന്നുണ്ട്. പക്ഷേ എങ്ങനെ? അറിയാം ചെയിൻ ഓഫ് ഇൻഫെക്ഷനെ കുറിച്ച്. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എങ്ങനെയാണ് അസുഖങ്ങൾ പടരുന്നത്? 6 എലമെൻറ്റ്സ് അടങ്ങിയ ഒരു മോഡൽ. ബേസിക്കലി അതാണ് ചെയിൻ ഓഫ് ഇൻഫെക്ഷൻ. അതിൽ ഒന്നാമത്തെ എലമെൻ്റാണ് ഇൻഫെക്ഷ്യസ് ഏജൻറ്റ്, ദ പാത്തോജൻ ദാറ്റ് കോസ് ഡിസീസ്. അതൊരു ബാക്ടീരിയ ആകാം, വൈറസ് ആകാം, ഫംഗസ് ആകാം, പാരസൈറ്റും ആകാം. രണ്ടാമത്തെ എലമെൻ്റാണ് റിസർവോയർ അഥവാ സോഴ്സ്, ദ പ്ലേസ് ഫോർ എ പാത്തോജൻ ടു ലിവ് ആൻഡ് ഗ്രോ. അതൊരു പേഴ്സൺ ആകാം, ആനിമൽ ആകാം, സോയിലാകാം, വാട്ടറും ആകാം. മൂന്നാമത്തെ എലമെൻറ്റ് പോർട്ടൽ ഓഫ് എക്സിറ്റ്. ഒരു ഇൻഫെക്ഷ്യസ് ഏജൻറ്റ് റിസർവോയറിൽ നിന്ന് ഏത് മുഖേനയാണോ, അതിൻ്റെ ഉറവിടത്തിൽ നിന്ന് ഏത് മുഖേനയാണോ പുറത്തേക്ക് വരുന്നത്, അതാണ് പോർട്ടൽ ഓഫ് എക്സിറ്റ്. ഉദാഹരണത്തിന് നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സായ യൂറിൻ, ബ്ലഡ്, ബോഡി എക്സ്ക്രീഷൻസ്, നമ്മുടെ സ്കിൻ, ഇതെല്ലാം അതിൽ പെടുന്നതാണ്. നാലാമത്തെ എലമെൻറ്റ് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ. മോഡ് ഓഫ് ട്രാൻസ്മിഷൻ 2 തരത്തിലാണുള്ളത്, ഡയറക്റ്റ് കോണ്ടാക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് കോണ്ടാക്റ്റ്. ഡയറക്റ്റ് കോണ്ടാക്റ്റിൽ പേഴ്സൺ ടു പേഴ്സൺ ത്രൂ ഡയറക്റ്റ് കോണ്ടാക്റ്റിലൂടെ വരുന്ന അസുഖങ്ങളാണ്. അതിന് ഉദാഹരണങ്ങളാണ് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ആൻഡ് ചിക്കൻ പോക്സ്. ഇൻഡയറക്റ്റ് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ 4 തരത്തിലാണുള്ളത്, എയർബോൺ, വെക്ടർ ബോൺ, വെഹിക്കിൾ ബോൺ ആൻഡ് ഫൊമൈറ്റ് ബോൺ. എയർബോൺ ട്രാൻസ്മിഷൻ എന്നാൽ ഡ്രോപ്ലെറ്റിലൂടെ രോഗാണുക്കൾ സ്പ്രെഡ് ആകുന്നു. അത് ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ അല്ലെങ്കിൽ ഉച്ചത്തിൽ സംസാരിക്കുമ്പോഴോ ആകാം. അതിന് ഉദാഹരണങ്ങളാണ് ട്യൂബർക്കുലോസിസ് അഥവാ ക്ഷയം, ഇൻഫ്ലുവൻസ എന്നിവ. വെക്ടർ ബോൺ ട്രാൻസ്മിഷൻ മൃഗങ്ങൾ, കൊതുകുകൾ എന്നിവ വഴി പകരുന്ന അസുഖങ്ങളാണ് വെക്ടർ ബോൺ ട്രാൻസ്മിഷനിൽ വരുന്നത്. ഉദാഹരണത്തിന് ലെപ്റ്റോസ്പൈറോസിസ് അഥവാ എലിപ്പനി, ഡെങ്കു ഫീവർ ആൻഡ് മലേറിയ. വെഹിക്കിൾ ബോൺ ട്രാൻസ്മിഷൻ മലിനമായ ജലത്തിലൂടെയും കേടായ ഫുഡിലൂടെയും പകരുന്ന അസുഖങ്ങളാണ് വെഹിക്കിൾ ബോൺ ട്രാൻസ്മിഷനിൽ വരുന്നത്. ഉദാഹരണത്തിന് കോളറ, ഹെപ്പറ്റൈറ്റിസ് എ, ടൈഫോയിഡ്. ഫൊമൈറ്റ് ബോൺ ട്രാൻസ്മിഷൻ. ഫൊമൈറ്റ്സ് എന്നാൽ കണ്ടാമിനേറ്റഡ് ഓർ ഇൻഫെക്റ്റഡ് ആർട്ടിക്കിൾസ്. ഒരു രോഗി ഉപയോഗിച്ച ഹാൻഡ് കർച്ചീഫ്, സോയിൽഡ് ക്ലോത്ത്സ്, പാത്രങ്ങൾ എന്നിവയെല്ലാം അതിന് ഉദാഹരണങ്ങളാണ്. അതിലൂടെ വരുന്ന അസുഖങ്ങൾക്ക് ഉദാഹരണങ്ങൾ സ്കിൻ ആൻഡ് ഐ ഇൻഫെക്ഷൻസ്, ഡിഫ്തീരിയ. ചെയിൻ ഓഫ് ഇൻഫെക്ഷനിലെ 5ാമത്തെ എലമെൻറ്റ് പോർട്ടൽ ഓഫ് എൻട്രി. ദ റൂട്ട് ത്രൂ ദ പാത്തോജൻ എൻറ്റേഴ്സ് ഇൻ എ ന്യൂ ഹോസ്റ്റ്. ഉദാഹരണത്തിന് ഒരാളുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിൽ നിന്നും അടുത്തൊരാളുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിലേക്ക് പകരുന്ന ഇൻഫ്ലുവൻസ വൈറസ്. 6ാമത്തെ എലമെൻ്റാണ് സസെപ്റ്റബിൾ ഹോസ്റ്റ്. ഇറ്റ് മീൻസ് ദ പേഴ്സൺ അറ്റ് ഹൈ റിസ്ക്. അത് ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയ പേഷ്യൻ്റ് ആകാം, വാക്സിനേഷൻ കംപ്ലീറ്റഡ് അല്ലാത്തവരാകാം, കുട്ടികളാകാം, പ്രായമായവരാകാം. ഇതുവരെ നമ്മൾ കണ്ടത് ഒരാളുടെ ശരീരത്തിൽ എങ്ങനെ അസുഖങ്ങൾ വരുന്നു എന്നതിനെക്കുറിച്ചാണ്. ഇനി എങ്ങനെ അസുഖങ്ങൾ വരാതിരിക്കാൻ ശ്രമിക്കാം എന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. ഒട്ടുമിക്ക അസുഖങ്ങളും നമ്മളിലേക്ക് എത്തുന്നത് നമ്മുടെ കൈകളിലൂടെയാണ്. കൃത്യമായ ഹാൻഡ് ഹൈജീനിലൂടെ ഒരു പരിധിവരെ എല്ലാ അസുഖങ്ങളെയും നമുക്ക് പ്രതിരോധിക്കാവുന്നതാണ്. അടുത്തതായി PPE, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്സ്. ഇൻഫെക്ഷനുള്ള ഒരു സ്ഥലത്താണ് നമ്മളെന്ന ബോധ്യം നമുക്കുണ്ടെങ്കിൽ തീർച്ചയായും അതിനു വേണ്ടിയിട്ടുള്ള പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്സ് നമ്മൾ ഉപയോഗിക്കേണ്ടതാണ്. ഉദാഹരണത്തിന് ഗ്ലൗസ്, മാസ്ക് എന്നിവ. നമ്മളിൽ നിന്ന് മറ്റൊരാളിലേക്കും അവരിൽ നിന്ന് നമ്മളിലേക്കും ഇൻഫെക്ഷൻസ് വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും കടമയാണ്. പിന്നെ നിയമങ്ങൾ പാലിക്കാൻ പൊതുവെ മടിയുള്ളവരാണ് നമ്മളെല്ലാവരും. എന്നാൽ ചില നിയമങ്ങൾ പാലിക്കുന്നത് വളരെ നന്നായിരിക്കും. പൊതുസ്ഥലങ്ങളിൽ തുപ്പാതിരിക്കുക, ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും കൃത്യമായ ഹാൻഡ് കർച്ചീഫ് ഉപയോഗിക്കുക, തുറസായ സ്ഥലങ്ങളിൽ മലമൂത്ര വിസർജനം ചെയ്യാതിരിക്കുക, പൊതുവായ സ്ഥലങ്ങളിൽ മാലിന്യങ്ങൾ വലിച്ചെറിയാതിരിക്കുക. ഇക്കാര്യങ്ങളെല്ലാം പാലിക്കുന്നതിലൂടെ ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ നമുക്ക് രൂപീകരിച്ചെടുക്കാം. ശ്രദ്ധിക്കുക, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. താങ്ക് യു.